ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കിച്ചൺ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ എണീച്ച് ഞാൻ ഒന്ന് ഫ്രഷപ്പായി, അപ്പോഴേക്കും ദോശയൊക്കെ ചുടാൻ നിന്നു. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, ഏട്ടൻ വല്ലപ്പോഴും ഒക്കെയാണല്ലോ അവർ വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും ലഞ്ചുകളും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും കടലക്കറിയായിരുന്നു. ആൻഡ് ഇന്ന് എന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു ഓണം സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മളൊരു 6 ആൾക്കാരുണ്ട് പണ്ട് മുതലേ ഒന്നിച്ചുള്ള, പക്ഷേ അതിൽ 4 ആൾക്കാർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ പോകാനുള്ള പരിപാടി ഉണ്ട് നമുക്ക്. ചുറ്റും ഓണപ്പരിപാടിക്ക് പോകണമെന്ന് പറ. അതൊക്കെ ഇട്ടാ മതി. ചൂസാ അങ്ങനെ ഇതാ കുറച്ച് സമയം ഷുട്ടുമായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്നു. ഷുട്ടു പിന്നെ മാമനും അമ്മയും വന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഇന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ആൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ കുട്ടപ്പൻ തിരിച്ചു പോവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഡി ആകുന്നതിന് മുന്നേ എൻ്റെ ഒരു ജ്വല്ലറിയുടെ ഇന്നിടാനുള്ള ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നേരെ പോയിട്ട് നമുക്ക് റെഡി ആവണം. അങ്ങനെ നമ്മൾ ചായയുടെയും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പോയി കുളിച്ച് ഒന്ന് ഫ്രഷായി റെഡിയായിട്ട് പോകാൻ നോക്കുവാണ്. ചുട്ടും അവിടുന്ന് കുറച്ച് സമയം ഞാൻ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. പെട്ടെന്ന് തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ഇന്ന് ആക്ച്വലി ഒന്നുകിൽ സെറ്റ് മുണ്ടല്ലേ സെറ്റ് സാരിയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്നേ ഉടുത്തിട്ട് പോകേണ്ട പണിയില്ല, അടുത്ത് തന്നെയാണല്ലോ വീട്. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ച് നോർമൽ ഒരു കാഷ്വൽ ഡ്രസ്സ്, ഒരു ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ ഇറങ്ങി. കുട്ടപ്പം പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന സമയത്ത് ഏട്ടനും അഞ്ചും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർ വന്നിട്ട് പിക്ക് ചെയ്തോളും. അങ്ങനെ ഇതാ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഷുട്ടൂന് നമ്മുടെ ഓണത്തിൻ്റെ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒരു പാവാടയും ബ്ലൗസും ഉണ്ടായിരുന്നു അവൾക്ക്, പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളൊരു വലിയ യുദ്ധത്തിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഷുട്ടൂന് ഇന്ന് ഒട്ടും നല്ല മൂഡായിരുന്നില്ല. അവൾ ഭയങ്കര ബാഡ് മൂഡിലായിരുന്നു. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വാശി, കരച്ചൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ തലേന്ന് എല്ലാ കിളിയും പറന്നു പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം ഒന്ന് പരിപാടിയൊക്കെ ഓണായതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മൂഡൊക്കെ ഒന്ന് സെറ്റായി വന്നത്. ഞാൻ ഭയങ്കര പേഷ്യൻസിൻ്റെ നെല്ലിപ്പലകയും അപ്പുറത്തും കണ്ടിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ ചക്കരക്കൽ ടൗണിലെത്തി. എന്താണെന്നറിയില്ല, രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിലൊക്കെ. നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കുട്ടൻ നേരെ പോകുമെന്ന് പറഞ്ഞു. ആൾക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ നിന്നില്ല. അതിനിതാ നമ്മൾ എത്താറായി. അഞ്ചരക്കണ്ടി സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് വീട്. ആൻഡ് അഞ്ചരക്കണ്ടി സ്കൂളിലാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. കാണുന്നതാണ് നമ്മുടെ സ്കൂള്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കി. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പെയിൻ്റൊന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്താറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓൺ ദ വേ ആണ്. എനിക്ക് പിന്നെ ഇവിടുന്ന് ആകെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ഡ്രൈവിൻ്റെ ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തി. അങ്ങനെ നമ്മളിവിടെ ലാൻഡ് ചെയ്തു. ഇങ്ങോട്ട് വണ്ടി വരുമ്പോൾ കാണുമല്ലോ ചുറ്റുന്ന. അമ്മ ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് എത്തിയത്. ആൻഡ് ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ വീട്. ഇവളവിടെ നിൽക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചുമ്മാ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ. ഇത് നമ്മൾ ആര്യമ്മേൻ്റെ വീട്. അങ്ങനെ ഞാൻ എത്തി ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും ഇത് ആദ്യം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗർഭുവിനെ വിചാരിച്ചാണ് ഇവളുടെ വീട്ടിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പരിപാടി. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു 6 months ഒക്കെ ആവാറായിട്ടുണ്ട്. സോ നമ്മൾ വീട്ടിൽ തന്നെ പ്ലാൻ ചെയ്തു. അവളധികം ട്രാവലൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ എത്തി എല്ലാവരും. ഇതാണ് നമ്മുടെ ബിന്ദുജി മാതാശ്രീ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരുന്നു. അച്ചെത്തു സച്ചുടെ സച്ചുടെ അച്ഛ എടുത്തു ചോദിക്ക്. ചുപ്പുറിനോട് ചോദിക്ക് അച്ഛനെ അന്ന്.
മാധവ് ആക്ച്വലി കുറച്ച് ക്രാങ്കി മൂഡായിരുന്നു. പിന്നെ ഷുട്ടുവിനെ പോലെ ആൾ ഭയങ്കര കമ്പനിയായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ കളിക്കുന്ന കൂട്ടത്തിലല്ല. മാധവനെ നമ്മളെല്ലാവരും ഷുപ്പൂട്ടെന്ന് വിളിക്കാറ്. അപ്പം ഞാൻ വെറുതെ അവനെ പോയിട്ടൊന്ന് ഡിസ്റ്റർബൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ വലിയ എനക്കൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെ ഗൈസ് എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഇനിയാണ് ഇനി ഇപ്പോൾ എടുക്കുന്നത്. നീ മെല്ല, നീ ആക്രാമം കാണിക്കുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഓൺലൈൻ ഇതിടും എൻ്റെ എന്തൊരു റോ ആണ്. ചുട്ടു നിൽക്കി നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. നോക്ക് ചുട്ടന്നെ നോക്ക്. നീ ഇങ്ങനെ നോക്ക്. നമ്മൾ കുറേ പരിപാടിയും ഗെയിമും ഒക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടാൾക്കാർക്കൊന്നും ജോയിൻ ചെയ്യാൻ തീരെ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഒരു പരിപാടി നടന്നിട്ടില്ല. നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി ഇതായിരുന്നു, ഫുഡിങ്. നമ്മളവിടെ എത്തി കുറച്ച് കൈവറുത്തിയും പഴമൊക്കെ തിന്ന് ഫുൾ ടമ്മി ഫില്ലാക്കുന്ന പരിപാടിയായിരുന്നു. എല്ലാവരും ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഫുഡ് അടിയായിരുന്നു മെയിനായിട്ട് നടന്നിട്ടുള്ള ഒരു പരിപാടി. പിന്നെ നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത്. നമ്മളെല്ലാവരും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവളുടെ കല്യാണത്തിനാണ്. അതും ഇവിടെ വെച്ച് നമ്മൾ വളരെ അടിപൊളിയായിട്ട് ലാസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കല്യാണം എപ്പോഴാണ് നടക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിങ്ങനെ കഥകൾ കുറേ പറഞ്ഞു. ആൻഡ് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം, ഫുഡ് കഴിക്കണം. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. ഗെയിംസും കാര്യങ്ങളൊന്നും എന്തായാലും ഇത്രയും ആൾക്കാർ വെച്ചിട്ട് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ കഴിയുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനാണ് ഇന്നത്തെ ബ്യൂട്ടീഷ്യൻ. എല്ലാവരെയും സാരി ഉടുപ്പിച്ച് കൊടുക്കേണ്ട പണി എനിക്കാണ്. കാരണം അതിന് മാത്രമേ കൂട്ടത്തിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് സാരി ഉടുക്കാൻ അറിയുള്ളൂ. വേറെ ആർക്കും അങ്ങനെ കാര്യമായിട്ട് സാരി ഉടുക്കാൻ അറിയില്ല. അപ്പം അതിൻ്റെ പരിപാടിയുണ്ട്. കുഞ്ഞു വെള്ളം വേണോ? വെള്ളം വേണോ? അത് കോഫിയാണ്. മോള് കോഫി കുടിക്കൂലല്ലോ. കോഫി ചുട്ടു കുടിക്കയില്ലല്ലോ. എന്തായി നമ്മൾ പായസം? നിന്റെ അമ്മയുടെ പായസം. നമ്മുടെ കായ് വറുത്തതും പഴം തീറ്റയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ആൻറ്റി അടുത്ത സെറ്റ് ഓഫ് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചായ വിത്ത് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ആര്യമ്മക്ക് പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് എന്ത് കഴിച്ചാലും ഛർദിയാണ്. നീ മുണ്ടെടുത്തിനാ? നീ മുണ്ട് കൊണ്ടുവന്നിനാ? ഇല്ല. അയ്യോ, നീ കുട്ടിക്ക് മുണ്ടെടുത്തിട്ടില്ല. സെറ്റപ്പ് നമ്മളെല്ലാവരും റെഡിയാകാൻ പോകുന്നു. നമ്മളെല്ലാവരും കൂടിയാൽ ഇതാണ് മെയിൻ പ്രശ്നം. ഭയങ്കര ഒച്ചപ്പാടും അലമ്പും ബഹളമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതുൻ്റെ സാരി കയറുന്നില്ല എന്നും പറഞ്ഞ് അതിനുള്ള ബഹളപ്പാടിലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി റെഡിയാക്കാൻ നിന്നു. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് മേക്കപ്പ്, ഹെയർ, സാരി, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണ് മെയിനായിട്ടുള്ള സാരി ഡ്രേപ്പിസ്റ്റ്. ഞാൻ ആദ്യം തന്നെ ശ്രേയനെ ഉടുപ്പിച്ചു. പിന്നെ എല്ലാവരും ഉടുപ്പിച്ച് കഴിഞ്ഞ് ഞാൻ പതുക്കെ റെഡിയാവാൻ പോയി. ഞാൻ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ആയിരുന്നു. എനിക്കിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കണ്ണെഴുതലാണ് മെയിൻ പരിപാടി. അങ്ങനെ ഇതെല്ലാവരും റെഡിയായി. ലാസ്റ്റ് എൻ്റെ ഒരു ലാസ്റ്റ് റൗണ്ട് ഓഫ് സെറ്റപ്പും കഴിഞ്ഞു. ഞാൻ സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും സാരി ആയിരുന്നു. ഞാൻ സെറ്റ് മുണ്ട് എടുക്കാനുള്ള മെയിൻ കാരണം ഞാൻ ഓണത്തിന് ഓൾറെഡി സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്പർ 1, സുന്ദരി നമ്പർ 2. സുന്ദരനെ കാണിക്കും. സുന്ദര ഇത് വേറൊരു സുന്ദരി നമ്പർ 2. ഛത്രി സുന്ദര കൈ വായി വെക്കുന്നു. അതോടെ പോയി. അതോ കം. സുന്ദരി നമ്പർ 4. എന്റെ മോള് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. പണിങ്ങി പോവല്ലേ? വാ. ഇല്ല, ഓക്ക് ഫോണിന് അന്നേരം കുറച്ച് കിട്ടില്ല. അതിനെന്നാ ചോറ് കൊടുത്തിട്ട് ഉറക്കിയിട്ട് എടുത്താലോ. നമ്മളെ റെഡിയാകലും പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ വളരെ ക്രാങ്ക് ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒന്ന് സൈഡാക്കിയ ശേഷം നമുക്ക് ഫോട്ടോഷൂട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനത് ആൻറ്റി എന്നാൽ പിന്നെ എല്ലാവരും ചോറ് നിന്നിട്ട് നിങ്ങൾ ബാക്കി പരിപാടി എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു. സോ നമ്മൾ ചക്കരക്കല്ല് സാഗറിന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആക്കാൻ കാരണം നമുക്ക് ഇത്ര കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കി തരില്ല എന്ന് എല്ലാവരും പറഞ്ഞു. നമ്മൾ ആക്ച്വലി സദ്യ വിത്ത് പായസമൊക്കെ ആക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷുട്ടൂനും ഉറങ്ങേണ്ട സമയമാണ്, മാധവനും ഉറങ്ങേണ്ട സമയമായിരുന്നു. അപ്പോൾ രണ്ടാളും കുറച്ച് ക്രാങ്കി ആകുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വെച്ചു. ഇതായിരുന്നു നമ്മുടെ ഫുഡ്. ബിരിയാണി വിത്ത് ഒരു ചില്ലി ഫ്രൈ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പായസം പിന്നെ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആൻറ്റി വളരെ നല്ല മനസ്സുള്ളതുകൊണ്ട് ആൻറ്റിയാണ് നമ്മളെ പായസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടൂന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ആ ഒരു ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ട് ആളെ കിടത്തി ഉറക്കി. ഷോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ ചുട്ടൂനെ ഒന്ന് ഉറക്കി. ഇനിയിപ്പം നമ്മൾ പൂക്കളത്തിന് എടുക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മൾ കുറച്ച് ആൾക്കാരെ ഇന്ന് ആക്ച്വലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗെയിംസും കാര്യങ്ങളൊന്നും നടക്കും തോന്നുന്നില്ല. സോ നമ്മൾ എന്തായാലും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഞാൻ ഷുട്ടൂനെ ഉറക്കി പുറത്ത് വരുമ്പോഴേക്കും ഇവരാരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും കത്തിയടിച്ച് സംസാരം ഇരുന്നിരുന്ന് വർത്തമാനം പറയുന്നതിന് തിരക്കിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും കൂടെ റിഫ്രഷായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. പിള്ളേരുടെ കൂടെയുള്ള ഫോട്ടോ ആക്ച്വലി കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ അവരധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുമായിരുന്നു. പിന്നെ ആൻറ്റി പായസം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആൻറ്റി ആയിരുന്നു പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മളെല്ലാവരും പോയിട്ട് ഇനി ഫോട്ടോഷൂട്ടാണ്. ഞാൻ ലാസ്റ്റിൽ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ കാണിക്കാം. ലാസ്റ്റ് പായസം എല്ലാവരും പായസം കാണിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ചുട്ടുപ്പി അപ്പോഴേക്ക് എണീച്ചു. ഓ മൈ ഗോഡ്, ഞാൻ വേർത്ത് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും. എന്നാൽ കുഞ്ചു കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനമ്മയ്ക്ക് ഒരു കല്യാണമുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടാൻ വരും. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ. ഇല്ല, അവർ വരണം. അതൊന്നും പറയാൻ പറ്റില്ല. ഹായ്. ഓ മൈ ഗോഡ്, ഇതാണ് ഇവിടുത്തെ ബംഗാളി. മതി. ചുട്ടുപ്പി ഉറങ്ങി എണീച്ചെൻ്റെ ഒരു ചെറിയ ഹാങ് ഓവർ. നമ്മളിപ്പം അമ്മ വന്നാൽ പോവുമല്ലോ ചുട്ടു. ഇനി നോക്കിയേ, അമ്മേൻ്റെ വീഡിയോയിൽ നോക്കുമോ? എല്ലാവരും അൺഡ്രസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അല്ലേ? ഇപ്പം വരും, അമ്മ ഇപ്പോൾ വരും, നമുക്ക് വിളിച്ചോക്കാം. ഞാനിതാ ചുട്ടുപ്പി എണീച്ചൊന്ന് സെറ്റാകുമ്പോഴേക്കും മാമനും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മളായിരുന്നു ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്നതും ഞാനാണ്, ആദ്യം പോകുന്നതും ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇവർ ഓൾറെഡി ചക്രക്കല്ല് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷുട്ടു കുറച്ച് ടയേർഡായിരുന്നു ആക്ച്വലി. അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോഴൊക്കെ ആൾക്ക് പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമനും മോളും കൂടി പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി മാമൻ പോകുമ്പം ചുട്ടുനിയും കൂട്ടണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചിട്ട് ഇതാ പോവാണ്. അപ്പോൾ രണ്ടാളും കൂടെ വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനും കുഞ്ചു കൂടെ പറഞ്ഞിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയാണ്. കാരണം ആളങ്ങനെ വിചാരിച്ച പോലെ ഒന്നും നിൽക്കില്ല. അവളതിനനുസരിച്ച് വിട്ടിട്ടില്ലെങ്കിൽ അമ്മനെ കാണണം എന്ന് പറഞ്ഞ് ചൊറ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ചില്ലറ ഇലക്ട്രിക് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചു. അച്ഛനും അമ്മയും ഞാൻ നേരത്തെ പറഞ്ഞ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വീട്ടിലെത്തി ചായ ആക്കി. പൊറോട്ടയും കറിയും ചായയും കൂടി അടിച്ചു എല്ലാവരും കൂടിയിട്ട്. ഇനി ഇപ്പോഴത്തന്നെ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നോർമലി ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഷുട്ടൂനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞത് ആൾ സെറ്റായിട്ടുണ്ട്. ഇനി പിന്നെ പെട്ടെന്ന് എനിക്ക് കുളിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ ഇവരെ കണ്ട സ്ഥിതിക്ക് ഭയങ്കര കളിയും സംസാരവും ഒക്കെ ആയിരിക്കും. ആടുന്ന് ഷുപ്പൂട്ടന് അധികം മിങ്കിളല്ലാത്തതുകൊണ്ട് ആൾക്ക് ഭയങ്കര ബോറടിയായിരുന്നു. ഇതാണ് രാത്രിയിലത്തെ കോലാഹലം. ആൾ ഉറങ്ങുകയില്ല, അവരെ ഉറങ്ങാനും സമ്മതിക്കില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഇപ്പോഴത്തെ കലാപരിപാടി എന്ന് പറയുന്നത്. ആൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് ആൾക്ക്. എക്കേ എന്ത് എക്ക്? അയ്യോ എൻ്റെ തല. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഓണമെല്ലാം അടിച്ചു പൊളിച്ച് എല്ലാ ഓണപരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് വെയിറ്റ് ആൻഡ് വാച്ച്.